ഇടുക്കി ജില്ലയിലെ കമ്പിളിക്കണ്ടം എന്ന കൊച്ചു ഗ്രാമത്തിൽ മേരിയുടെയും എബ്രഹാമിന്റെയും മൂന്നാമത്തെ മകനായ ജനനം. ജനിച്ചതു മുതൽ അങ്ങോട്ടേക്ക് പിന്നെ ഉടനീളം വളരെ പ്രതികൂലമായിട്ടുള്ള ചുറ്റുപാടുകളിലായിരുന്നു അദ്ദേഹം വളർന്നത്. വളരെ ദുഷ്കരമായ ബാല്യം, പിന്നീട് അങ്ങോട്ടേക്കുള്ള അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ദുസ്സഹമായിരുന്നു. ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ പോലും അതിനെ എങ്ങനെ നേരിടണം എന്ന് ചിന്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. ചിലരൊക്കെ അതിന് പെട്ടെന്ന് തകർന്നു പോകുന്നവരുമാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എപ്പോഴും ചിന്തിച്ചിരുന്നത്, ഇദ്ദേഹം എന്തുകൊണ്ടാണ് പെട്ടെന്ന് തകർന്നു പോകാതിരുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം എന്തുകൊണ്ടാണ് എല്ലാം അവസാനിപ്പിക്കണമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാതെ ഇരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് കുറച്ചങ്ങോട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് വളരെ അധികം ശക്തി പകർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു. തന്റെ സ്വപ്നങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയാണ്. ധൈര്യം പകർന്നു നൽകിയത് അദ്ദേഹത്തിന്റെ അമ്മയാണ്. ബാബു എബ്രഹാം എന്ന വ്യക്തിയെപ്പറ്റി, അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളെപ്പറ്റി, അദ്ദേഹത്തിന്റെ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം ഉടനീളം അദ്ദേഹം തന്നെ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പുസ്തകത്തിന്റെ പേര് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. എഴുതിയിരിക്കുന്നത് ബാബു എബ്രഹാം.